തട്ടിപ്പുകളെ കുറിച്ച് പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. തട്ടിപ്പുകളിൽ വീഴരുത് എന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പലപ്പോഴും കിട്ടാറുണ്ട്. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് കൃത്യമായിട്ടൊക്കെ ഇടപെടുകയാണെങ്കിൽ നമുക്കും പലപ്പോഴും ഈ തട്ടിപ്പുകളൊന്നും ആ വലയിലൊക്കെ വീഴാതിരിക്കാൻ പറ്റുമെന്നേ. അങ്ങനെ ഒരു ഉദാഹരണത്തിലേക്കാണ് പറയാൻ പോകുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ കോട്ടയം ആർടിഒ ആരാ സാറേ? ഇതാ ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ ഒരു തട്ടിപ്പ് മുഴുവൻ പൊളിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ചങ്ങനാശ്ശേരിയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്, ആ ബസ്സിൽ കഴിഞ്ഞ ദിവസമാണ് ജോയിന്റ് ആർടിഒ ചമഞ്ഞു വന്ന ഒരാൾ ഈ പണം തട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ബസ് ഉടമ ആ സമയം കൃത്യമായിട്ട് ഇടപെട്ടു. പുള്ളിക്കാരന്റെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ ബസ് ഉടമയുടെ പണിയൊന്നും നടന്നില്ല. പുള്ളിക്കാരൻ സമർത്ഥമായ തട്ടിപ്പ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. എന്താണെന്ന് നോക്കാം. ജോയിന്റ് ആർടിഒ ചമഞ്ഞ് കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ഒരു ബസ് മുതലാളിയുടെ കയ്യിൽ നിന്ന് 2000 രൂപ തട്ടാൻ ശ്രമിച്ച ഒരു തട്ടിപ്പുകാരൻ. എന്നാൽ ആ തട്ടിപ്പ് കയ്യോടെ പൊളിച്ച ചങ്ങനാശ്ശേരിയിലെ ബസ് മുതലാളി, ആ മുതലാളിയാണ് എനിക്കിപ്പോൾ ചേരുന്നത്. രാഹുൽ എന്നാണ് പേര്. ചേട്ടാ, എന്താ സംഭവം? ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഒരു വണ്ടി ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കിടക്കുമ്പോൾ കണ്ടക്ടർ എന്നെ ഫോൺ വിളിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ല. കണ്ടക്ടർ വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ ജോയിന്റ് ആർടിഒ വന്നിട്ടുണ്ട്, ചേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചാൽ ചെക്കിങ്ങിൻ്റെ ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു. ഫോൺ കൊടുത്തോടെ എന്നോട് പറഞ്ഞു, ഞാൻ സുനിലാണ്, കോട്ടയം ജോയിന്റ് ആർടിഒ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാർ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സുനില, അതെനിക്ക് ഓർമ്മയില്ല, കോട്ടയം ജോയിന്റ് ആർടിഒ എന്ന് പറഞ്ഞു. ഞാൻ സാർ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്ന് രാവിലെ വിളിച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ചങ്ങനാശ്ശേരി വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പം എൻ്റെ കയ്യിൽ ക്യാഷായിട്ടൊന്നുമില്ല, ATM കാർഡും ഇല്ല. അപ്പം എനിക്ക് 2000 രൂപ അത്യാവശ്യമായിട്ട് വേണം, തൻ്റെ ബസ്സിൽ നിന്ന് ഞാനത് ക്യാഷായിട്ട് വാങ്ങണം, എനിക്ക് ഞാനിപ്പോൾ ജീപ്പായിട്ട് തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഓക്കെ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയം പെട്ടെന്ന്, എനിക്ക് അങ്ങനെ ഒരു ജോയിന്റ് ആർടിഒ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ ഞാൻ സാറേ എനിക്ക് ഇങ്ങനെ സുനിൽ എന്ന് പറഞ്ഞ ജോയിന്റ് ആർടിഒ ഓർമ്മ കിട്ടുന്നില്ല, അത്യാവശ്യം ജോയിന്റ് ആർടിഒമാരൊക്കെ പരിചയമുണ്ട് ഇവിടെ ഉള്ളവരെയൊക്കെ, അങ്ങനെ ഒരു പേരെ ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വർഷം കോട്ടയം കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ആർടിഒ ഓഫീസ് വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടിയില്ല. ഇദ്ദേഹം എനിക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തൊട്ടടുത്ത് പറയാണ്, തൻ്റെ വണ്ടി കഴിഞ്ഞ വർഷം ഞാനാണ് ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു വണ്ടിയും കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരാൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചത് തട്ടിപ്പാണെന്നുള്ളത്. ഞാൻ ചോദിച്ചു, സാർ ഇപ്പോഴും കോട്ടയത്ത് തന്നെയാണോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു, അതെ ഞാൻ ഇപ്പോഴും കോട്ടയത്താണ്, ഞാൻ ഇത്ര നാളെ കോട്ടയത്തായിട്ട്. പുള്ളി ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞു. ഞാൻ അടുത്തൊരു ചോദിച്ചാലാണ് ഇദ്ദേഹം പെട്ടുപോയത്. ഞാൻ സാറേ ഇപ്പോൾ ആരാ സാറേ കോട്ടയം ആർടിഒ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ഒരു സെക്കൻഡ് നിശബ്ദനായി നിന്നിട്ട് പറഞ്ഞു, അത് നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ് എന്ന് പറഞ്ഞു. ഞാൻ ഏത് സെബാസ്റ്റ്യൻ? അത് നമ്മുടെ പള്ളിക്കത്തോടുകാരൻ സെബാസ്റ്റ്യൻ സാറാണ് ഇപ്പോൾ കോട്ടയം ആർടിഒ എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ കോട്ടയം ആർടിഒ അദ്ദേഹം അല്ല, അങ്ങനെ ഒരാളല്ല. കോട്ടയത്ത് 6 മാസമായിട്ട് ആർടിഒ ഇല്ല, പകരം പത്തനംതിട്ട ആർടിഒയ്ക്കാണ് താൽക്കാലിക ചുമതല കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് എനിക്കറിയാവുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പേരിലാണ് പൊളിഞ്ഞത്, അവിടെയാണ് പൊളിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തിക്കോ, വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കൂ സഹോദര എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോട്ടയത്ത് ഇത്ര 6 മാസമായിട്ട് ആർടിഒ ഇല്ല, മറ്റൊരാൾക്കാണ് ചുമതല കൊടുത്തിരിക്കുന്നത്, ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്, ഞാൻ വേല ഇറക്കരുതെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു നിർത്തുകയും ഇദ്ദേഹം എന്ത് ചെയ്തു, കണ്ടക്ടർ കയ്യിലേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ഞാൻ ഈ കണ്ടക്ടറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നപ്പോഴത്തേക്ക് അയാൾ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഇയാൾ കടന്നു കളഞ്ഞു. നിങ്ങൾക്ക് മാത്രമാണ് വേറെയും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഞാനീ സംബന്ധിച്ചൊരു FB പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം കോട്ടയത്തു നിന്ന് 2 ബസ് ഉടമകൾ എന്നെ വിളിച്ചു, ട്രിവാൻഡ്രത്തു നിന്ന് ഒരാൾ വിളിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് തങ്ങളുടെ വണ്ടിയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയെന്നാണ് അവർ പറയുന്നത്. ഒരു വണ്ടിയിൽ നിന്ന് 1300 രൂപ, മറ്റൊരു വണ്ടിയിൽ നിന്ന് 1500 രൂപ, അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടത്. പക്ഷേ ആരും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടില്ല. കാര്യം ചെറിയ തുകകളായതുകൊണ്ടും ഇതിലൊരു അബദ്ധം പറ്റിയതിലൊരു മാനക്കേട് പായ്ന്നിട്ടൊന്നും ആരും പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തട്ടിപ്പ് പല വിധത്തിലാണ്. ജോയിന്റ് ആർടിഒമാരായും ആർടിഒമാരായും ഒക്കെ തന്നെ തട്ടിപ്പുകാർ ഇവിടെയൊക്കെ തന്നെയുണ്ട്. കോട്ടയത്ത് നിന്ന് ജോബൻ തേക്കടിക്കൊപ്പം ഷിനോജ്, മാതൃഭൂമി ന്യൂസ്. ഷിനോജ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഷിനോജെ, കാശ് കയ്യിൽ നിന്ന് പോകേണ്ട ഏർപ്പാട് തന്നെയായിരുന്നു. ആ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം വഴിയിൽ കൂടെ വന്നിരിക്കുന്നില്ല. അത് മാത്രമല്ല, മുൻപേ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്, പലർക്കും അങ്ങനെ പ്രശ്നത്തിൽ ചെന്ന് പെട്ടിട്ടുമുണ്ട്. ഇവിടെ തന്നെ ആ ബസ് ഉടമ രാഹുൽ, അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ആ തട്ടിപ്പ് അവിടെ പൊളിഞ്ഞത്. ഒറ്റ ചോദ്യത്തിൽ പതറിപ്പോയി. തട്ടിപ്പ് നടത്താൻ വരുമ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ വരണ്ടേ സഹോദര എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കളിയാക്കിക്കൊണ്ടൊക്കെ ചോദിക്കാം. പക്ഷേ ഇത് ഇനിയും ഒരുപക്ഷെ അയാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ തട്ടിപ്പ് നടത്താനൊക്കെയുള്ള വഴിയുണ്ട്. ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ CCTV വിഷ്വലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? അന്വേഷണമൊക്കെ പോകുന്നുണ്ടോ? എന്താണ് അവസ്ഥ? തട്ടിപ്പിൻ്റെ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയ പോക്കറ്റടി മുതൽ കോടികൾ തട്ടിയെടുക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് വരെ നമ്മൾ പത്രത്തിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും ഓരോ കാലഘട്ടവും, അതായത് ഓരോ ദിവസം കഴിയുന്നവരും ഈ തട്ടിപ്പിൽ പുതിയ മാറ്റങ്ങൾ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചു കാലം മുമ്പ് വരെ ഇത്തരത്തിൽ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് ഫേക്ക് ID ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടുന്ന രീതി വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ
അതിലൊരു മറ്റൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നടന്ന ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ബസ് ഓണറുടെ ഫോണിലേക്ക്, കണ്ടക്ടറുടെ മൊബൈൽ ഫോൺ വാങ്ങി ബസ് ഓണറുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ജോയിൻറ്റ് RTO ആണ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, കളക്ടറിനെ അവിടെ വെച്ചാണ് കണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണം തട്ടുന്ന ഒരു രീതിയായിരുന്നു തട്ടിപ്പുകാരൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് പൂർണ്ണമായും പൊളിഞ്ഞു പോയെന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു പക്ഷേ ഇതിൽ വിശ്വസിക്കപ്പെട്ടിരുന്ന് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെടുമായിരുന്നു. എന്തായാലും ബസ് ഉടമ വളരെ തന്ത്രപൂർവ്വം ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയെടുത്താണ് ഈ തട്ടിപ്പ് മുഴുവനായി തന്നെ പൊളിഞ്ഞു പോയത്. എന്തായാലും ഈ തട്ടിപ്പാണെന്ന് അറിഞ്ഞതോടെ, അതായത് ബസ് ഉടമ ഇത് അറിഞ്ഞതോട് ആ സമയം മുതൽ തന്നെ ഇയാൾ ഒളിവിലാണ്. അതിനു മുൻപ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ബസ് ഉടമയായിട്ടുള്ള രാഹുൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല ആളുകളും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം 2-3 ബസ് ഉടമകൾക്ക് സമാനമായ രീതിയിൽ അനുഭവം ഉണ്ടായി, അവരിൽ നിന്നൊക്കെ തന്നെ പണം പോയി എന്നാണ് ഈ അത്തരത്തിലുള്ള ബസ് ഉടമകളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഇതൊരു ചെയിനായിട്ട് വളരെ വ്യാപകമായി നടക്കുന്ന ഒരു തട്ടിപ്പായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല അതിനുശേഷം പലയിടങ്ങളിലും ഈ പ്രതിയെ, ഈ ഒളിവിലുള്ള നിലവിലിപ്പോൾ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പലയിടങ്ങളിൽ വെച്ചും കണ്ടിട്ടുള്ളതായും ഒക്കെ തന്നെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും ചങ്ങനാശ്ശേരി ഭാഗത്ത് ഇങ്ങനെ ഒരു ആൾ കിടന്ന് കറങ്ങുന്നുണ്ട്. പരിക്ക് പറ്റി എന്നാണ് പറയുന്നത്. കയ്യിൽ ബാൻഡേജൊക്കെ ഒട്ടിച്ച് നടക്കുന്ന ആളാണ്. പരിക്ക് പറ്റിയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആളുടെ മുഖം നിങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ട് തട്ടിപ്പ് നടത്താൻ പോകുന്നതൊന്നുമല്ല, സ്ഥിരം പരിപാടി തന്നെയാണ്. ഈ തട്ടിപ്പ് പൊളിഞ്ഞതോടെ ആളെ ഇപ്പോൾ പിടികിട്ടിയിട്ടില്ല, ഉടനെ തന്നെ പിടികൂടട്ടെ അല്ലേ. സ്ഥിരമായിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ബസ് ഉടമയായ രാഹുൽ, പുള്ളി കൃത്യമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ആ സമയത്ത് അവിടെ തട്ടിപ്പ് നടക്കാഞ്ഞത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, മുൻപും തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും ഇതേപോലെ തട്ടിപ്പിൽ ചെന്ന് വീഴാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി ഷിനോജ്.